സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ ഗൗരവം ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സൂറത്തിൽ നിന്ന് അത് തന്നെയാണ് വരാൻ പോകുന്ന നിയമങ്ങൾ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് പഠിക്കേണ്ട ഒരു സൂറയാണ്. ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ ദീന് പഠിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാ ശഫ വവസഫ മാ യസിഫു വയസിഫു. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പുരുഷനും അങ്ങനെയാണ്. ശരീരത്തിന്റെ ആകാരം എടുത്തു കാണിക്കുന്ന ശരീരം, വളരെ ടൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ. മാ യസിഫ് എന്ന് പറഞ്ഞ വളരെ ട്രാൻസ്പാരന്റ്, തീരെ ഇതില്ല. തൊലിയുടെ നിറം കാണിക്കുന്ന വസ്ത്രം ധരിഞ്ഞ പെണ്ണുങ്ങൾ കണ്ടായിരിക്കും ഇവര് വസ്ത്രമില്ലാതെ നടക്കുകയാണ്. അപ്പൊ നോക്കുമ്പോൾ അവര് വസ്ത്രമുണ്ട്, പക്ഷെ തൊലിയുടെ നിറമാണ്. എന്താ ഇതൊക്കെ അർത്ഥം? എന്താണ് അവരതൊന്നും ഉദ്ദേശിക്കുന്നത്? മാ യസിഫു വയസിഫു ഹറാമാണ്. അതൊന്ന് പറഞ്ഞിട്ടുകൊണ്ടൊന്നും എന്തായില്ല, നമ്മള് ഒക്കെ ശരിയായി. അല്ലെങ്കിൽ ശരീരം മുഴുവനും മറച്ചിട്ട് ഒരു മുടി പോലും പുറത്ത് കാണുന്നില്ല, പക്ഷെ ഉള്ള വസ്ത്രത്തിന്റെ രീതികൾ അങ്ങനെയൊക്കെയാണ്. പിശാച് മനുഷ്യന് ഉദ്ദേശിക്കുന്ന വിഷയം ഇതാണ്. വ്യഭിചാരത്തിലേക്ക് എങ്ങാനും എത്തിപ്പെടാനുള്ള വഴികൾ എവിടൊക്കെയുണ്ടോ ആ വഴികളിലൂടെയൊക്കെ പിശാചുണ്ട്. അതാണ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അത്തർ പൂശിക്കൊണ്ട്, സെന്റ് പൂശിക്കൊണ്ട്, സുഗന്ധം പൂശിയ പെണ്ണ് നടന്നാൽ അവരുടെ പിന്നിൽ പിശാചിന്റെ പട നടക്കുന്നുണ്ടെന്നും അവരിലൂടെ വ്യഭിചാരത്തിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകളെ ചിന്തിപ്പിക്കാൻ പിശാചിന്റെ ഒരു സംഘം പുറപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തങ്ങൾ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, രണ്ട് വിഭാഗം സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിലെ രണ്ട് വിഭാഗം, ലം അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷേ ഹുമാ ഫിന്നാർ, നരകത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗം. ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖറ, പശുവിന്റെ വാലുപോലെ ചാട്ടവാറുള്ള ഒരു വിഭാഗം ആളുകൾ. യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ അടിക്കുന്നവർ. ഹദീസിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ആലിമീങ്ങൾ പറഞ്ഞു. ചില പിൽക്കാലത്തൊക്കെ വന്ന ചില നിയമപാലകന്മാർ, ആളുകളെ ചാട്ടാർ കൊണ്ട് അടിച്ചിരുന്നവർ, ആളുകളെ പ്രഹരിച്ചിരുന്ന നിയമപാലകന്മാർ, അതാണതുകൊണ്ട് ഉദ്ദേശം. അങ്ങനത്തെ ഭരണാധികാരികൾ, അങ്ങനത്തെ പട്ടാളക്കാർ, ജനങ്ങളെ അടിക്കുന്നവർ അല്ലാഹു സമ്മതിക്കൂല. അല്ലാഹു അവരെ പൊരുത്തപ്പെടില്ല, അവർ നരകത്തിലാണ്. പിന്നെ പറഞ്ഞ വിഭാഗം തങ്ങൾ പറഞ്ഞു, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ കാലശേഷം വരാൻ പോകുന്നവർ. നിസാഉൻ, ചില പെണ്ണുങ്ങൾ. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ, പക്ഷെ അവർക്ക് വസ്ത്രമില്ല. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ വസ്ത്രമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുറയുന്നവർ. മുമീലാത്തുൻ, അവരിങ്ങോട്ട് ആകർഷിക്കണം എന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നബിതങ്ങളുടെ യാ നിസാ അൻ-നബി, നബിയുടെ ഭാര്യമാരെ എന്ന് ഖുർആൻ വിളിച്ചിട്ടു. നബി തങ്ങളുടെ ഉമ്മ, നബി തങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞുവല്ലോ, നിങ്ങളോട് ആരെങ്കിലും നബി തങ്ങൾ അന്വേഷിച്ചു വരുന്ന ഒരാൾ, തങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ തങ്ങൾ അവിടെ ഇല്ലാതിരിക്കെ നിങ്ങൾക്കതിന് മറുപടി പറയേണ്ട അവസ്ഥ വന്നാൽ, ഒരു പെണ്ണാണ് സംസാരിക്കുന്നത്, മൊബൈലിലാകാം, ഫോണിലാകാം, അല്ലാതെയാകാം, ലൈവായിട്ടാകാം, നിങ്ങൾ വസ്ത്രത്തിൽ, നിങ്ങളുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ വല്ലാതെ മയപ്പെടുത്തിയൊന്നും സംസാരിക്കരുത് കേട്ടോ. എന്തേ കാരണം? കൽബിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ രോഗമുള്ള ആൾ നിങ്ങളിൽ ആകൃഷ്ടരാകാം. അങ്ങനെയാണ് മനുഷ്യൻ വളരെ ദഈഫാണെന്ന് പറഞ്ഞാൽ ഇൻസാൻ ദഈഫ. നമ്മൾ വലിയ എലിമുണ്ട്, ബോധം നിസ്കരിക്കുന്ന ആളാണ്, ഒക്കെ ശരിയാണ്. ഒരവസരം, ഗിവൻ എ ചാൻസ്, നമ്മൾ ഇങ്ങനെ പ്രതികരിക്കുന്നു. ഭയങ്കര ഈമാൻ തന്നെ വേണം അവിടെയൊക്കെ രക്ഷപ്പെടാൻ. ഒരു പെണ്ണിന് ഫോൺ ചെയ്ത് ഒരു അറിയാതൊരു ഫോൺ കോൾ ചെയ്യുന്നതിന് തുടങ്ങിയിട്ടാകെ പിന്നെ ഒരു ലവ് സ്റ്റോറി ഉണ്ടാകുന്നത്. എത്ര സംഭവങ്ങൾ, എത്ര ചെറുപ്പക്കാരനാണ് നശിച്ചു പോകുന്നത്. അല്ലാഹു പറയാണ്, നിങ്ങൾ ശബ്ദം മയപ്പെടുത്തി പറയല്ലേ. എന്ത്? ഹൃദയത്തിന്റെ രോഗമുള്ള ആള് വേറെ നിലക്കതിനെ ചിന്തിക്കും. അതുകൊണ്ട് പരുക്ക് സ്വഭാവത്തിൽ, പരുക്കൻ ശബ്ദത്തിലെ മറുപടി പറയാവൂ. നിങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ. ഇത് അല്ലാഹുവിന്റെ നിയമം. എന്താ നമ്മൾ കാണിക്കുന്നത്? പരമാവധി കൊഞ്ചിക്കൊഴയ. എന്തിന്? ഒരു അസുഖം ഇല്ലാത്തവന്റെ കൽബിൽ അസുഖം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നോട് ആഗ്രഹം തോന്നണം, അവൻ പിന്നെ വിളിക്കണം. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഈ റേഡിയോക്കാരോടൊക്കെ സംസാരിക്കുന്ന, അവർ സ്വന്തം ഭർത്താക്കന്മാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവില്ല. സ്വന്തം ഭർത്താവിനോട് ഇത്തരം എന്താ കൊഞ്ചലും വർത്താനങ്ങളും, എന്താ സുഖല്ലേ, പിന്നെന്താ വർത്താനങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങൾ വേദന തോന്നും. മുസ്ലിം പേരുകൾ,
മുസ്ലിമീങ്ങളായ നമ്മുടെ അബുദാബിയിലും ദുബൈയിൽ നിന്നൊക്കെ പോണ കോള് ഷാർജയിൽ നിന്നൊക്കെ, ദുബൈയിൽ തന്നെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ്. നമ്മളെ പെണ്ണുങ്ങളാണ്, ഭർത്താക്കന്മാർ ജോലിക്ക് പോയി പണിയൊന്നുമില്ല, പിന്നെ റേഡിയോ കിടക്കുന്നത് ആള് പ്രശസ്തിയാവാൻ പോവുകയാണല്ലോ എന്ന് അവർ വിചാരിക്കണത്. എന്നിട്ട് ഇവരോട് എന്തിന് അള്ളാഹ് പറഞ്ഞു, അസുഖമുള്ളവന് അസുഖം നിങ്ങൾ ഉണ്ടാക്കല്ലേ, നിങ്ങൾ പെണ്ണുങ്ങൾ അസുഖം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാം, എന്നിട്ട് ശബ്ദം ഉഷാറാക്കിയിട്ട് കുഞ്ചിക്കോന് അത് പറയല്ലേ. അള്ളാഹുവിന്റെ നിയമം നോക്കണം. അള്ളാഹ് പറയാ, അള്ളാഹുവിന്റെ റസൂൽ പറയാ, നരകത്തിലാണ് അവര്. മാഇലാത്തുൻ കുഞ്ചിക്കുഴയുന്നവരാണ്, മുമീലാത്ത് പുരുഷന്മാരിങ്ങോട്ട് ആകർഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ അവസാനിപ്പിക്കാൻ വിശദീകരിക്കപ്പെടേണ്ട ഒരു വലിയൊരു ഹദീസാണിത്. അന്യ ആളുകൾ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സ്നേഹം കാണിക്കേണ്ടവളാ പെണ്ണ്, ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞിറങ്ങേണ്ടവളാ പെണ്ണ്. വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ആ കിച്ചണിൽ ഉപയോഗിച്ച് അതേ വസ്ത്രവും അത് നാറുന്നതും നാറാത്തതും വൃത്തിയുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയും. പുറത്തിറങ്ങുകയാണെങ്കിൽ പിന്നെ എന്താ ഉഷാറ് പടച്ചോനെ, അവിടെ എന്തെല്ലാം ക്രീമുകൾ, എന്തെല്ലാം ലോഷൻസ്, എന്തെല്ലാം. സുബ്ഹാനല്ലാഹ്, ആർക്കാ ഈ പറഞ്ഞതിനർത്ഥം? സ്വന്തം ഭർത്താവിന്റെ മുഖത്തേക്ക് പറ, ഇങ്ങൾക്കൊന്നല്ല ഞാൻ വേറെ ആർക്കോ വേണ്ടി അള്ളാഹ് വരച്ചതാണ്, ഇതല്ലേ പറഞ്ഞതിനർത്ഥം. പുറത്തിറങ്ങുമ്പോൾ അത് വീട്ടിന്റെ ഉള്ളിലെ നിന്റെ ഭർത്താവിന് ഹലാലാക്കിയതും നിന്റെ ഭർത്താവിന്റെ സൗന്ദര്യം നിനക്കാസ്വദിക്കാനുള്ളതും അല്ലാഹു പൊരുത്തപ്പെട്ടു തന്നതാണ്. അതൊന്നുമല്ല വേണ്ടത്, പുറത്തു മതി, അകത്ത് വേണ്ട. ബാക്കിയുള്ള ആളുകളൊക്കെ ഇന്നോട് നോക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. ഇങ്ങനെ ജാഹിലിയ കാലത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന സമ്പ്രദായമുണ്ട്. പിന്നെ വലാ യദ്രിബന ബിഖുമുരി വലാ യദ്രിബന ബിഅർജുലിഹിന്ന വരാൻ പോകുന്നുണ്ട്. ഈ സൂറത്തുൽ നൂറിലാണ് ഈ ആയത്ത്. കാല് ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കരുത്, കാല് കുത്തി ഇങ്ങനെ നടക്കരുത്. ചില ഹീലുള്ള ചെറുപ്പക്കെട്ടവരും സൗണ്ട് ഒരു പെണ്ണ് വരുന്നുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അത് ബദീഹിയായ ഇൽമായി മാറിയിട്ടുണ്ട്, വേറെ തെളിവൊന്നും വേണ്ട. ആ ശബ്ദം അത് പെണ്ണാണ്. അങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കി വരല്ലേ. നിങ്ങൾ മറച്ചു വെക്കുന്ന സൗന്ദര്യം പുറത്തു വരാൻ കാല് ശബ്ദം ഉണ്ടാക്കിയിട്ട് നടക്കില്ലേ. വളരെ എന്താ ഇസ്ലാമിന്റെ മോഡസ്റ്റി. മാഇലാത്തുൽ മുമീൽ. പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, പ്രച്ചോനെ നമ്മളീ കാണുന്ന ഈ ലോകത്തെ പെണ്ണുങ്ങളെ പറ്റി ഞാൻ റസൂലുള്ളാഹി തന്നെ പറഞ്ഞത്. ഇനി അവരുടെ ഹെയർ സ്റ്റൈലാണ് ഇവരങ്ങൾ പറയുന്നത്. അവരുടെ ഹെയർ സ്റ്റൈൽ ഒരു ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞ ഒട്ടകത്തിന്റെ ഹമ്പ് അല്ലെ, ഒട്ടകത്തിന്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഹമ്പ്. ഈ മുടിക്കത്തെ ഒരു ഹമ്പാണ്. മുടിക്കട്ട് മുകളിലേക്ക് പൊക്കി വെക്കുന്ന ഒരു സ്റ്റൈലും നടക്കുമ്പോ ആ മുടിക്കട്ട് ഇങ്ങനെ ആടും, ഒട്ടകത്തിന്റെ പൂഞ്ഞയാടുന്ന പോലെ. അങ്ങനെ നടക്കുന്ന ഒരു സമൂഹം, ആ പെണ്ണുങ്ങൾ അവർ സ്വർഗത്തിലേക്ക് കടക്കില്ല. ആ പരിശുദ്ധ ലോകത്തിന്റെ മണം പോലും അല്ലാഹു അവർക്ക് അടുപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഹെയർ സ്റ്റൈലാണ്. ഇപ്പോ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയാം, ചില പെണ്ണുങ്ങളൊക്കെ ചില യോഗത്തിന്റെ ഒക്കെ കപ്പൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട് ഇവിടെ നിൽക്കാവും. ഞാൻ ചേർത്തത് ഉണ്ടോ, അതൊരു എക്സാഗ്രേ അല്ലാണ്. ശരിക്ക് പാലിന്റെ റൗണ്ടിലെ ബോട്ടിലൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട് മുടിന്റെ ഇടയിൽ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഹദീസാണ് ഈ പറയുന്നത്. ഭയങ്കര പേടിയാണ് കാണുമ്പോ. ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ ഇപ്പൊ തുടങ്ങിയതാണ്. അറബ് ലോകത്തുണ്ട്, അറബ് പെണ്ണുങ്ങളിലുണ്ട്, അത് കണ്ട് നമ്മൾ പെണ്ണുങ്ങൾ കോപ്പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റൈൽ വരാൻ പോവാൻ. എന്താണ് നിബിധങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള മുടിക്കെട്ടുകളും അതിങ്ങനെ ആടിയുലയും നടക്കുമ്പോ അങ്ങനെ ആടിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ പെണ്ണുങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ഉമ്മത്തിൽ വരും, അവർ നരകത്തിലേക്കാണ് നബിയുനാ റസൂലുള്ളാഹി. ചില പല വിഷയങ്ങളും നമ്മൾ കാണുന്നതൊക്കെ ശരിയാണ് എന്ന് വെക്കരുത്. അത് ശരീഅത്തിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അച്ചടക്കമുള്ള സമൂഹമാക്കി നമ്മുടെ പുരുഷന്മാരെയും നമ്മുടെ പെണ്ണുങ്ങളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും ഒക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ.